പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് ചില അപേക്ഷകൾ സമർപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് സെക്സ്, ജെൻഡർ എന്നിവ വെളിപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ട്. ജെൻഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എഴുതുക? പുരുഷനാണെങ്കിൽ മെയിൽ എന്നും സ്ത്രീ ആണെങ്കിൽ ഫീമെയിൽ എന്നും എഴുതും. ഇതേ സമയം സെക്സ് എന്ന് എഴുതാൻ ചോദിച്ചാലോ സെയിം, പുരുഷനാണെങ്കിൽ മെയിൽ എന്നും സ്ത്രീ ആണെങ്കിൽ ഫീമെയിൽ എന്നുമാണ് എഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ? ഇപ്പം ചെറിയൊരു സംശയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതൊന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. ജെൻഡർ, സെക്സ്, സെക്ഷുവാലിറ്റി ഇവ മൂന്നും വ്യത്യസ്തങ്ങളാണ്. പ്രത്യുൽപാദന അവയവത്തിൻ്റെയും ശരീരശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണ് സെക്സ് എന്ന് പറയുന്നത്. ഇത് തികച്ചും ജൈവപരമാണ്. ഇത് 3 ടൈപ്പ് ഉണ്ട്: മെയിൽ, ഫീമെയിൽ, ഇൻ്റർസെക്സ്. ഇൻ്റർസെക്സ് എന്ന വാക്ക് അധികം ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണമെന്നില്ല. അടുത്തിടെ ഇറങ്ങിയ ഒരു മലയാള സിനിമ ഇൻ്റർസെക്സ് കണ്ടന്റായി വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആസിഫ് അലി നായകനായ കൂമനായിരുന്നു ആ മലയാള സിനിമ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻ്റർസെക്സ് എന്ന് വെച്ചാൽ ലൈംഗിക അവയവങ്ങൾ ബാഹ്യമായോ ആന്തരികമായോ ഇടകലർന്ന് ജനിക്കുന്നതിനെയാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ജെൻഡറിനെ കുറിച്ചിട്ടാണ്. ലിംഗപദവി എന്ന് പറയും. ലിംഗപദവി തികച്ചും സാംസ്കാരിക സാമൂഹ്യ നിർമ്മിതിയാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ കഠിന ഹൃദയം എന്ന് പറയുമ്പോൾ ആരെയാണ് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്? സ്ത്രീയെയാണോ പുരുഷനെയാണോ? അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുക, സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്? ഇത്തരത്തിൽ സ്ത്രീക്കും പുരുഷനും സമൂഹം ഓരോ പദവി കൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി എന്ന് പറയുന്നത്. ഈ ജെൻഡർ 3 ടൈപ്പ് ഉണ്ട്. അതാണ് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിൽ വരിക.